എല്ലാവർക്കും മനോജ് നാഗേരിയുടെ കെം ലെക്ചേഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? സോൾഡ് സബ്സ്റ്റൻസിനെ അവരുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ ഡിഗ്രി ഓഫ് ഓർഡർ അനുസരിച്ചിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു. അമോർഫസ് സോളിഡ്സ് എന്നും ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസ് എന്നും പറഞ്ഞു. ഇതിൽ അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്യൂഡോ സോളിഡ്സ് വിളിച്ചു. എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ ട്രൂ സോളിഡ്സ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ കുറച്ച് ക്ലാസ്സുകളിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ സ്റ്റഡിയെ കുറിച്ചാണ്. കൂടുതൽ സ്റ്റഡി നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചിട്ടാണ്. അവയുടെ ക്ലാസിഫിക്കേഷൻ, അവയുടെ അറേഞ്ച്മെൻറ്റ്, അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്തൊക്കെയായിരിക്കാം മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്? ആറ്റംസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ അവയുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിളെ കൊണ്ടൊക്കെ ആവാം. ഏത്? ആറ്റംസ്, അയോൺസ്, അല്ലെങ്കിൽ മോളിക്യൂൾസ്. അപ്പൊ ഏതൊക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ കൊണ്ടാണോ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, അതിന്റെ ബേസിസിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ദി നാച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി 4 ടൈപ്സ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മാറുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സബ്സ്റ്റൻസ് മാറുമ്പം സ്വാഭാവികമായിട്ടും അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും വ്യത്യാസം വരില്ലേ? അപ്പോൾ നമുക്ക് ആ ഡെഫിനേഷൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. Crystalline solids are classified into mainly 4 categories on the type of based on the constituent particle and the attractive force in between the constituent particle. എന്തൊക്കെ ബേസിസിലാണ്? Based on the type of constant particle and the nature of binding force existing in between the constituent particle, we can classify crystalline solids into mainly 4 types. ഏതൊക്കെയാണവ? They are molecular crystalline solids, then ionic crystalline solids, metallic crystalline solids and covalent crystalline solids. ഇതിന്റെ ബേസിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. On the base of the nature of constant particle present in crystalline substance and the type of binding force in between the constant particle, we can classify crystalline solids into mainly 4 categories. ഇനി നമ്മൾ ഈ 4 ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവ എന്തൊക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, പിന്നെ ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇവ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും വരില്ലേ? അപ്പൊ നമ്മളവിടെ ഇമ്പോർട്ടന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റിന്റെ കമ്പാരിസൺ ചെയ്യും. അതുപോലെ തന്നെ അപ്പൊ കണ്ടക്ടേഴ്സ് ആണോ ഇൻസുലേറ്റേഴ്സ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. മാത്രമല്ല അവരുടെ ഫിസിക്കൽ നാച്ചർ നമ്മൾ പഠിക്കും. ഫിസിക്കൽ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ നമ്മൾ പറയും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 ക്ലാസിഫിക്കേഷനും അവയുടെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. പ്രധാനമായിട്ടും 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവയിൽ പ്രസന്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് സബ്സ്റ്റൻസ് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. ഇനി ടൈപ്പ് ഓഫ് മോളിക്യൂൾ അനുസരിച്ചിട്ട്, അതായത് ചിലപ്പോൾ മോളിക്യൂൾ പോളാർ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ പോളാർ ആവാം. ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്, മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ again classified into 3 types. ഏതൊക്കെയാണ്? നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, then polar molecular crystalline solids, then hydrogen bonded molecular crystalline solids. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്തായിരിക്കും? ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്നുള്ളത് മിക്കവാറും എന്തായിരിക്കും? നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. എന്താണ്? നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. നോൺ പോളാർ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ, I2, Cl2. ഇവ മാത്രമാണോ? ഇവ മാത്രമല്ല, കോമൺ ഡയറ്റോമിക് മോളിക്യൂളുകൾ മാത്രമല്ല നോൺ പോളാർ ആയിട്ടുള്ളത്. ചില ഹെട്രോ ആറ്റോമിക് മോളിക്യൂളുകൾ എന്താണ്? നോൺ പോളാർ ആണ്. ലൈക്ക് CO2, CH4. ഇത്തരം നോൺ പോളാർ മോളിക്യൂൾസ് ഒക്കെ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഏത് കാറ്റഗറിയിൽ പെടുത്താം? നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പെടുത്താം.
ഇനി എല്ലാ സമയത്തും ഇങ്ങനത്തെ നോൺ പോളാർ മോളിക്യൂൾസ് മാത്രമാണോ ആ കാറ്റഗറിയിൽ വരിക? അല്ല, ചില സമയത്ത് ചില ആറ്റംസ് അതിൽ പെടുത്താറുണ്ട്. ഇപ്പൊ ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ആർഗൺ, ഹീലിയം, നിയോൺ ഇവയൊക്കെ സോൾഡ് സബ്സ്റ്റൻസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അവയെ നമ്മൾ ഇതിൽ പെടുത്താറുണ്ട്, നോൺ പോളാർ കാറ്റഗറിയിൽ പെടുത്താറുണ്ട്, നോൺ പോളാർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പെടുത്താറുണ്ട്. അപ്പോൾ വേറെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആറ്റംസ് ആയിട്ടുള്ള ആർഗൺ, ഹീലിയം, നിയോൺ ഇവയൊക്കെ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ നോൺ പോളാർ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താറുണ്ട്. എക്സാമ്പിളുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? നമ്മൾ കണ്ടു ഏതൊക്കെയാണ്? H2, I2, CO2, CH4, അവിടെ Cl2 നമുക്ക് എഴുതാം, പിന്നെ ആർഗൺ, ഹീലിയം ഇവയൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവയൊക്കെ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നോൺ പോളാർ മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വരുന്നതാണ്. അപ്പൊ നോക്കി നോക്കും നിങ്ങൾ, ഇവ ആൾറെഡി എന്താണ്? നോൺ പോളാർ ആണ്. അപ്പൊ നമ്മൾ CO2 എടുക്കുക, H2 എടുക്കുകയാണെങ്കിൽ എന്താണ്? H2 എടുക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടും എന്താണ്? ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹോമോഡാറ്റമിക് മോളിക്യൂൾ നോൺ പോളാർ ആയിരിക്കും. അപ്പൊ നമുക്ക് CO2 ഹോമോ അല്ലല്ലോ, അത് ഹെറ്ററോ ആണ്. എന്നിട്ടും അതെന്താണ്? നോൺ പോളാർ ആണ്. കാരണം എന്താണ്? ഈ കാർബണിന്റെ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഒരേ ടൈപ്പ് ആറ്റങ്ങളായിട്ടുള്ള ഓക്സിജനെ കൊണ്ടാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡൈപോൾ മൂവ്മെന്റ് എന്താണ്? നോൺ പോളാർ മോളിക്യൂൾ ആകുമ്പോൾ അവിടെ ഡൈപോൾ മൂവ്മെന്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ഡൈപോൾ മൂവ്മെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ CO ബോണ്ടിന്റെ ഡൈപോൾ മൂവ്മെന്റ് ഡയറക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ടാണ്. കാരണം എന്താണ്? ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, അപ്പം നെഗറ്റീവ് ചാർജ് വരും. നെഗറ്റീവ് ചാർജിന്റെ അവിടേക്കാണ് ഡൈപോൾ മൂവ്മെന്റ് ഡയറക്ഷൻ ഉണ്ടാവുക. ഈ CO ബോണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്. അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഡൈപോൾ മൂവ്മെന്റ് എടുക്കുകയാണെങ്കിലും ഇവിടെ ഡൈപോൾ മൂവ്മെന്റ് വാല്യൂ പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആണ്. ഇതാണ് 0 ആണ്. അപ്പോൾ CO2ന്റെ കേസിൽ അത് ഹെറ്ററോ ആറ്റോമിക് മോളിക്യൂൾ ആണെങ്കിലും ഡൈപോൾ മൂവ്മെന്റ് 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ കാറ്റഗറിയിൽ പെടുത്തി. അതുപോലെ തന്നെ നിങ്ങൾ CH4 എടുത്ത് നോക്കൂ. CH4 എന്താണ്? ഒരു നോർമൽ ടെട്രഹൈഡ്രൽ സ്ട്രക്ചർ ആണ് CH4 എന്നുള്ളത്. ഇവിടെ എന്താണ്? കാർബണിന്റെ 4 വാലൻസിയും ഒരേ ടൈപ്പ് ആറ്റത്തെ കൊണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജനെ കൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് ക്ലൗഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മനസ്സിലായോ? ഈ കേസിൽ എന്താണ്? അത് നോൺ പോളാർ മോളിക്യൂൾ ആണ്. എന്നാൽ നമ്മൾ ഈ ഹൈഡ്രജനെ മാറ്റി ഇവിടെ ക്ലോറിനോ അങ്ങനത്തെ വല്ല ആറ്റംസും വെക്കുകയാണെങ്കിൽ അതിന്റെ നോൺ പോളാരിറ്റി നഷ്ടപ്പെടും. അത് പോളാർ മോളിക്യൂൾ ആയിട്ട് മാറും. അല്ലാത്ത കേസ് എല്ലാം ഒരേ ആറ്റങ്ങളെ കൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ ആവും. അപ്പോൾ അതിന്റെ ഡൈപോൾ മൂവ്മെന്റ് 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ CH4 എന്ന് പറയാം എല്ലാം ക്ലോറിൻ വെച്ചാലും എന്താണ്? അതും നോൺ പോളാർ മോളിക്യൂൾ ആണ്. കാരണം എന്താണ്? ഇവിടെ അത് 4 വാലൻസിയും ഒരേ ടൈപ്പ് ആറ്റത്തെ കൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ക്ലൗഡ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയിരിക്കും. ഒന്നിനെ മാത്രം മാറ്റുമ്പോഴാണ് അതെന്തായിട്ട് മാറും? അവിടെ ചെറിയൊരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ CH4ഉം CCl4ഉം ഒക്കെ എന്താണ്? നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അവയൊക്കെ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? നോൺ പോളാർ മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പെടുത്താം. ഓക്കെ. പക്ഷെ അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമ്മൾ ഹെൽഡ് ചെയ്ത് നിൽക്കണ്ടേ? എന്നാലേ അവ സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുള്ളൂ, അല്ലേ? ചില കണ്ടീഷനിൽ അവ സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവ തമ്മിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആൾറെഡി ഇത് എന്താണ്? ഒരു ഇലക്ട്രോണിക്കലി സിമെട്രി ഓഫ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവിടെ ഒരു സിമെട്രി ഓഫ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ആ മോളിക്യൂൾസിൽ. അതുകൊണ്ട് അത് നോൺ പോളാർ ആണ്. പക്ഷെ ചില സമയത്ത് ഇൻ സം ടൈം it loses their symmetry of electronic cloud distribution. അവയുടെ ആ സിമെട്രി നഷ്ടമാവും ചില സമയത്ത്. and form an instantaneous dipole for short period of time. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും അതെന്താവും? ഒരു ചെറിയ ഡൈപോൾ അല്ലെങ്കിൽ ഒരു ഡൈപോൾ ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഇതിന്റെ ഇലക്ട്രോണിക് ക്ലൗഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു കുറച്ച് നേരത്തേക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നോൺ പോളാർ മോളിക്യൂൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ചില സമയത്ത് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അതിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം ചില സമയത്ത് ഇലക്ട്രോണിക് ക്ലൗഡ് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ സിമെട്രി നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ അതിനെന്താവും? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു മോളിക്യൂൾ ഡൈപോൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വേറെ മോളിക്യൂളിൽ ഇൻഡ്യൂസ് ചെയ്യില്ലേ? എന്നിട്ട് ആ മോളിക്യൂൾ എന്ത് ചെയ്യും? ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ആയിരിക്കും. മനസ്സിലായോ? കാരണം അത് ഇൻഡ്യൂസ് ചെയ്ത ഡൈപോൾ ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഒരു ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവും വേറെ മോളിക്യൂളും. അപ്പൊ അതിന് എന്തുണ്ടാവും? ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം
ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഡൈപോളും ഈ ഡൈപോളും എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്ത രണ്ട് ഡൈപോളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫോഴ്സ് ആണ് ഏതിനെ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്? നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ നമ്മൾ ലണ്ടൻ ഫോഴ്സ് എന്ന് വിളിക്കും. എന്താണ്? ലണ്ടൻ ഫോഴ്സ് എന്ന് പറയും. ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് വിളിക്കും. എന്താണ്? ഡിസ്പേഴ്സൺ ഫോഴ്സ്. ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് പറയും. അപ്പം നോൺ പോളാർ ക്രിസ്റ്റൽ മോളിക്കുലർ സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഏതാണ്? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. അവയെ നമ്മൾ എന്ത് വിളിക്കും? വീക്ക് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ വീക്ക് ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് വിളിക്കും. കാരണം അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് വിളിക്കും. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ വീക്ക്. അവ അട്രാക്ട് ചെയ്ത് നിർത്തുന്നതാണ് വെരി വീക്ക് ആയിട്ടാണ്. അപ്പൊ എന്താണ് ബൈൻഡിങ് ഫോഴ്സ്? എന്താണ് അവിടെ ബൈൻഡിങ് ഫോഴ്സ്? ബൈൻഡിങ് ഫോഴ്സ് എന്തായിട്ട് എഴുതാം നമുക്ക്? ലണ്ടൻ ഫോഴ്സ്. എന്താണ്? ലണ്ടൻ ഫോഴ്സ് ആണ്. ബൈൻഡിങ് ഫോഴ്സ് എന്താണ്? ലണ്ടൻ ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടികൾ നമ്മൾ ആൾറെഡി പറഞ്ഞു. നോൺ പോളാർ മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ ചില ആറ്റംസ് ആയിരിക്കാം. എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. ഈ ഫിസിക്കൽ നാച്ചർ നോക്കൂ. ഫിസിക്കൽ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? വീക്ക് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആകുമ്പോൾ അവയുടെ ഫിസിക്കൽ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും. ഇതിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്തോറും അവ സോഫ്റ്റ് എന്നും ഹാർഡായിട്ട് മാറും. അപ്പൊ ഇവിടെ ഫിസിക്കൽ നാച്ചർ എന്താണ്? സോഫ്റ്റ് ആണ്. പിന്നെ അവ കണ്ടക്ടേഴ്സ് ആണോ? അവ കണ്ടക്ടേഴ്സ് അല്ല. കണ്ടക്ടേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫ്രീ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ചാർജ് ക്യാരി ചെയ്യുന്ന ഫ്രീ അയോൺസോ വേണം. ഇത് രണ്ടും ഈ നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഇല്ല. അതുകൊണ്ട് ദേ ആർ ഇൻസുലേറ്റേഴ്സ്. ഇതാണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ. ഇനി അവിടെ മെൽറ്റിംഗ് പോയിന്റ്. സ്വാഭാവികമായിട്ട് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? വെരി ലോ ആയിരിക്കും. കാരണം ഈ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഹെൽഡ് ചെയ്ത ലണ്ടൻ ഫോഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷനില്ലേ, അത് വെരി വീക്ക് ആണ്. അതുകൊണ്ട് അവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? വെരി ലോ. ദിയർ മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. ആക്ച്വലി റൂം ടെമ്പറേച്ചറിൽ ദേ ആർ എക്സിസ്റ്റ് ആസ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ്. ഇത്തരം സബ്സ്റ്റൻസ് സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താം. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് നോൺ പോളാർ മോളിക്യൂൾ ആണ്. അത് സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഈ കാറ്റഗറിയിൽ പെടുത്താറുണ്ട്. അപ്പം ആ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോൺ ആസ് ഡ്രൈ ഐസ്. ആ പോയിന്റ് നിങ്ങൾ മറക്കരുത്, പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്, നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പറയാനുള്ളത്. ഇനി അടുത്ത എന്താണ്? പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇതാണ് പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് നോക്കണം? അവരുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്താന്ന് നോക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും പേരിലുണ്ട് എന്താണ്? പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്? പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. എന്താണ്? പോളാർ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂൾസ് ലൈക്ക് HCl, SO2 അവയൊക്കെ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ നമുക്ക് ഈ കാറ്റഗറിയിൽ പെടുത്താം. ഇനി അവ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? പോളാർ മോളിക്യൂൾ ആകുമ്പം അവയിൽ ആൾറെഡി എന്തുണ്ട്? ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ എന്താണ്? അതൊരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഓരോ മോളിക്യൂളും എന്തായിട്ട് ആക്ട് ചെയ്യും? ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഓരോ മോളിക്യൂളും ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ടാവില്ലേ? ഒരു മോളിക്യൂൾ ഒരു ഡൈപോൾ, വേറൊരു മോളിക്യൂൾ വേറൊരു ഡൈപോൾ, അവിടെ ഒരു ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് അവിടുത്തെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ HCl എടുക്കാം. HCl എന്താണ്? ഇവിടെ ക്ലോറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആവുകൊണ്ട് അതിന് ഡെൽറ്റ മൈനസും വരും, Hന് ഡെൽറ്റ പ്ലസും വരും. ഒരു പോളാർ കോമ്പൗണ്ട് ആയിട്ട് അത് ബിഹേവ് ചെയ്യും. പോളാർ കോമ്പൗണ്ട് എന്താണ്? അതൊരു ഡൈപോൾ ആണ്. അപ്പൊ അതുപോലെ വേറെ മോളിക്യൂൾ എടുക്കാം. വേറെ മോളിക്യൂൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഡൈപോൾ ഡൈപോൾ നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഇതാണ് പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ മോളിക്യൂൾസിനെ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഇനി അവരുടെ എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ മോളിക്യൂൾ ലൈക്ക് HCl, SO2 ഇവയൊക്കെ എക്സാമ്പിളുകളാണ്. ഇനി ഫിസിക്കൽ നാച്ചർ. ഫിസിക്കൽ നാച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വീക്ക് ആണ്. അതുകൊണ്ട് ദേ ആർ ആൾസോ സോഫ്റ്റ് മെറ്റീരിയൽ. ദേ ആർ ആൾസോ സോഫ്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ദേ ആർ ആൾസോ സോഫ്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇനി അതിന്റെ കണ്ടക്ടിവിറ്റി നോക്കാം. കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ എന്താണ്? അവയിൽ എന്താ ആബ്സെന്റ് ആണ്? പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിലും ഫ്രീ ഇലക്ട്രോൺസും ചാർജ് ക്യാരി ചെയ്യുന്ന ഫ്രീ അയോൺസും ആബ്സെന്റ് ആണ്. അതുകൊണ്ടും
അതുകൊണ്ട് അവയും എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ദേ ആർ ആൾസോ ഇൻസുലേറ്റേഴ്സ് ഓർ നോൺ കണ്ടക്ടേഴ്സ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നോൺ പോളാർ മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിന്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷനേക്കാളും സ്ട്രോങ് ആണ് ഏത്? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. അപ്പൊ അവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? കൂടുതലാണ്. ഏതിനെ അപേക്ഷിച്ചിട്ട്? നോൺ പോളാർ മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ ജനറലി ലോ ആണ്. പക്ഷെ ഈ ടൈപ്പ് നോൺ പോളാർ മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അപേക്ഷിച്ചിട്ട് കൂടുതലാണെന്ന് പറയാം. പക്ഷെ ജനറലി ഭയങ്കര കൂടുതലല്ല, കുറവാണ്, ലോ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ആൾസോ ലോ. എന്താണ്? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസ് ആണ് അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ H2O എടുക്കാം. എന്താണ് H2O? നമ്മുടെ ഐസ് ഉണ്ടല്ലോ, ഐസ് സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പം അതിന് നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പെടുത്താം. കാരണം വാട്ടറിന് എന്ത് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താണ് ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രജൻ ബോണ്ട് ഈസ് എ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ existing in between the hydrogen which is connected to a highly electronegative element and another highly electronegative element within the molecule or in another molecule. അത്തരം ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നോക്കൂ. അപ്പൊ നമ്മൾ വാട്ടർ എടുക്കുക. വാട്ടർ, അപ്പോൾ ഒരു മോളിക്യൂളിലെ ഹൈഡ്രജൻ ഇത് ഏതുമായിട്ട് കണക്ട് ചെയ്യണം? വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ വേറൊരു മോളിക്യൂളിലെയോ അല്ലെങ്കിൽ സെയിം മോളിക്യൂളിലെയോ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുമായിട്ട് ഉണ്ടാക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വീക്ക് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിൽ നമ്മൾ വേറെ മോളിക്യൂളുമായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം മോളിക്യൂൾസ് തമ്മിലുള്ള എങ്ങനെയാണ് ബൈൻഡ് ചെയ്തെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വേറെ മോളിക്യൂളിൽ ഉള്ള ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ഹൈഡ്രജൻ ബോണ്ടാണ് ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ വേറെ മോളിക്യൂളിൽ ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ വാട്ടർ തന്നെ എടുക്കുക. ഈ വാട്ടറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എന്താണ്? ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. ഇതെന്താണ്? ഡെൽറ്റ പ്ലസ് ആണ്. ഡെൽറ്റ മൈനസ്, ഡെൽറ്റ പ്ലസ്. ഈ ഹൈഡ്രജനും വാട്ടർ മോളിക്യൂൾ ഈ ഓക്സിജൻ തമ്മിൽ എന്ത് ചെയ്യും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ട് മനസ്സിലായോ? ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ട്, രണ്ട് മോളിക്യൂളിന്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ നമ്മൾ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. എന്താണ്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇപ്പൊ നമ്മള് രണ്ട് സിറ്റികൾ തമ്മിലുള്ള ബസ് സർവീസ് നമ്മൾ ഇന്റർ സിറ്റി എന്നല്ലേ പറയാ. ഇത് രണ്ട് സിറ്റികളാണ്. അതുപോലെ രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. പക്ഷേ ഈ ഹൈഡ്രജൻ ബോണ്ട് ഒരേ മോളിക്യൂളിൽ കാണുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. അങ്ങോട്ടൊന്നും ഇപ്പൊ നമ്മൾ പോകണ്ട. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹൈഡ്രജൻ ബോണ്ട് ക്രിസ്റ്റലൈൻ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താവും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസ് ആയിരിക്കും. ലൈക്ക് H2O, അതുപോലെ തന്നെ NH3, അതുപോലെ തന്നെ HF. ഇവയൊക്കെ എന്താണ്? ഇത്തരത്തിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള മോളിക്യൂളാണ്. അപ്പൊ ഇവയൊക്കെ സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഇപ്പൊ NH3 എടുക്കുകയാണെങ്കിൽ വേറെ മോളിക്യൂളിലെ ഹൈഡ്രജനും ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള വേറെ മോളിക്യൂളിലെ ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജനും തമ്മിൽ എന്ത് ചെയ്യും? ഒരു വീക്ക് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഡോട്ടഡ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക ഹൈഡ്രജൻ ബോണ്ടിനെ. അപ്പൊ ഇതും എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ മൈനസ്. നൈട്രജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഡെൽറ്റ മൈനസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ പ്ലസ്. അപ്പൊ ഈ നൈട്രജനും ഈ ഹൈഡ്രജനും തമ്മിലുള്ള വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസിന് നമുക്ക് ഈ കാറ്റഗറിയിൽ പെടുത്താം. അപ്പൊ ഇവിടെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ്. എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വാട്ടർ, അതായത് ഐസ്, അതുപോലെ തന്നെ NH3, അതുപോലെ തന്നെ HF. ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഇനി അവിടെ ഫിസിക്കൽ നേച്ചർ. അവ
ഭയങ്കര സോഫ്റ്റ് അല്ല, എന്നാലും ഭയങ്കര ഹാർഡും അല്ല, ഒരു ഇൻ ബിറ്റ്വീൻ സോഫ്റ്റ് ആൻഡ് ഹാർഡ് ആണ്. അപ്പൊ നമുക്ക് സോഫ്റ്റ് എന്ന് തന്നെ പറയാം. ദേ ആർ മോഡറേറ്റ്ലി സോഫ്റ്റ്. ദേ ആർ മോഡറേറ്റ്ലി സോഫ്റ്റ്. കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമല്ല. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമല്ല. അതുകൊണ്ട് എന്താണ് അവിടെ ഫിസിക്കൽ നാച്ചർ പറഞ്ഞ എന്താണ്, സോഫ്റ്റ് ആണ്. ഇനി അവ കണ്ടക്ടേഴ്സ് ആണോ? അവ കണ്ടക്ടേഴ്സ് അല്ല. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഫ്രീ ചാർജ് ക്യാരിങ് അയോൺസ് they are also non-conductors or insulators. They are insulators. ഇനി അവയുടെ മെൽറ്റിംഗ് പോയിന്റ്, അവയുടെ മെൽറ്റിംഗ് പോയിന്റ് ബാക്കി രണ്ടുള്ള നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അപേക്ഷിച്ചിട്ട് അവയുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. പക്ഷെ ഇൻ ജനറലി കുറവാണ്. പക്ഷെ ഇവയെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. പക്ഷെ കുറവാണ്, ആക്ച്വലി കുറവാണ്, ജനറലി കുറവാണ്. ഭയങ്കരമായിട്ട് മെൽറ്റിംഗ് പോയിന്റ് ഒന്നുമില്ല. പക്ഷെ ഇവയെ രണ്ടിനെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ലോ ആണെന്ന് പറയാം. ലോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? നോൺ പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് പോളാർ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ബൈൻഡിങ് ഫോഴ്സ് എന്താ അറിയണം, അതിന്റെ എക്സാമ്പിൾ അറിയണം, അതിന്റെ ഫിസിക്കൽ നാച്ചർ എന്താ അറിയണം, കണ്ടക്റ്റീവ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയണം, അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്നും അറിയണം. അത് കൂടുതലാണോ കുറവാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ കാറ്റഗറി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്? അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇതാണ് അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. രണ്ടാമത്തെ കാറ്റഗറി ഇതാണ് അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അയോണിക് ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്താവും? അയോൺസ് ആയിരിക്കും. കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആയിരിക്കും. ഈ കാറ്റയോണും ആനയോണും held together by strong electrostatic force of attraction and form three-dimensional structure. അപ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്ത് നിർത്തുന്നത് ഏതാണ്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. കാരണം എന്താണ്? ഒന്ന് പോസിറ്റീവ് ചാർജുള്ള ഒരു അയോണാണ്, ഒന്ന് നെഗറ്റീവ് ചാർജുള്ള അയോണാണ്. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവിനും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കൂളംബിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവയെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ്. അപ്പോൾ അവിടെ ബൈൻഡിങ് ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ്? അയോൺസ് ആണ്. എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് ധാരാളം എക്സാമ്പിൾ അറിയാം. NaCl, KCl, MgO, CaF2, കാൽസ്യം ഫ്ലോറൈഡ്, ഇവയൊക്കെ അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിളാണ്. ഇനി അവയുടെ ഫിസിക്കൽ നാച്ചർ. Due to the strong force of attraction between the constituent particle, they are hard. They are hard. അപ്പോൾ എന്താണ്? ഹാർഡ് ആണ്, മാത്രമല്ല ബ്രിട്ടിൽ ആണ്. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഇനി കണ്ടക്ടിവിറ്റി. അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ആണ് ഇത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ ദേ ആർ ഇൻസുലേറ്റേഴ്സ്. എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ ദേ ആർ ഇൻസുലേറ്റേഴ്സ്. സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. Whereas in molten or solution state they are conductors. Whereas in molten and solution state they are conductors. They are conductors. എന്തുകൊണ്ടാണ്? നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ ഡ്യൂ ടു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ the cations and anions are held together and closely packed. അപ്പോൾ എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ അവ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ടുള്ള അയോൺസ് ഇല്ല. ചാർജ് കയറിയുന്ന ഫ്രീ ആയിട്ടുള്ള അയോൺസ് അവിടെ അവൈലബിൾ അല്ല. എന്നാൽ നിങ്ങൾ സൊല്യൂഷൻ സ്റ്റേറ്റോ മോൾട്ടൺ സ്റ്റേറ്റോ എടുക്കുമ്പം ഇൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പം അവിടെ എന്ത് അവൈലബിൾ ആവും? ചാർജ് കയറിയുന്ന ഫ്രീ ആയിട്ടുള്ള അയോൺസ് അവൈലബിൾ ആവും. അതുകൊണ്ടാണ് സൊല്യൂഷൻ സ്റ്റേറ്റിലും അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലും അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? When they became molten or in solution state, the attractive force in between the constant particle decreases and their available free charge carrying ions, this will conduct electricity. അതുകൊണ്ടാണ് മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും അവ കണ്ടക്ടേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ പ്യുവർ സോളിഡ് സ്റ്റേറ്റിൽ ദേ ആർ ഇൻസുലേറ്റേഴ്സ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ചാർജ് ക്യാരിങ് ഫ്രീ അയോൺസ്. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണേ, മറന്നുപോലെ. ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഹൈ.
മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഹൈ. കാരണം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് അവയെ മെൽറ്റ് ചെയ്തെടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ആയിരിക്കും. ഓക്കെ, അത്രയാണ് നമ്മൾ ഈ കേസിൽ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്ത കാറ്റഗറി ഏതാണ്? മൂന്നാമത്തെ മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഏതൊക്കെയാണ്? എന്താണ്? മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്തായിരിക്കും? അത് ആ പേരിൽ തന്നെ ഉണ്ട്. മെറ്റൽ കാറ്റോൺസ് ആയിരിക്കും. മെറ്റൽ കാറ്റോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, അതാണ് അവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എന്താണ്? മെറ്റൽ കാറ്റോൺസും ഇലക്ട്രോൺസും ആയിരിക്കും അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ മെറ്റൽസിന്റെ ഒരു ടെൻഡൻസി എന്താണ്? ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. മെറ്റലിന്റെ നാച്ചുറൽ അനുസരിച്ച് ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ ആ മെറ്റൽ ആറ്റത്തിന്റെ ചുറ്റും. അപ്പൊ നമുക്ക് പറയാം അവിടെ ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഏതിന്റെ ചുറ്റും? മെറ്റൽ കാറ്റോൺസിന്റെ ചുറ്റും. അപ്പൊ ഈ മെറ്റൽ കാറ്റോൺസും ഈ ഇലക്ട്രോൺസും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ്? മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ബൈൻഡിങ് ഫോഴ്സ് എന്താണ്? മെറ്റാലിക് ബോണ്ടിങ് ആണ്. മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മെറ്റൽ കാറ്റോൺസ് ആൻഡ് ദി ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ്. ആ ഫ്രീ ആയിട്ടുള്ള സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. മെറ്റൽ കാറ്റോൺസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. മെറ്റൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. മെറ്റൽ കാറ്റോൺസ് ഒരു സീ ഓഫ് ഇലക്ട്രോൺസിന്റെ ഇടയിലാണ് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ ഫിസിക്കൽ നേച്ചർ എന്തായിരിക്കും? ഫിസിക്കൽ നേച്ചർ ദേ ആർ ഹാർഡ് ആണ്. കാരണം ഈ മെറ്റാലിക് ബോണ്ടിങ് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ദേ ആർ ഹാർഡ്. ദേ ആർ ഹാർഡ്. ഹാർഡ് മാത്രമാണോ? നമുക്കറിയാം മെറ്റൽസിന്റെ വേറെ പ്രത്യേകത എന്തൊക്കെയാ? മെറ്റലിന്റെ വേറെ പ്രത്യേകതകളാണ് ദേ ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. നമുക്ക് മെറ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റലൈൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമുക്ക് അടിച്ച് പരത്തി വേറെ രൂപത്തിലാക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് പറയും? മാലിയബിലിറ്റി എന്ന് പറയും. അത് മാത്രമല്ല അതിനെ നമുക്ക് തിൻ വയേഴ്സ് ആക്കാൻ പറ്റും. ബ്രേക്ക് ചെയ്യേണ്ട നമുക്ക് തിൻ വയേഴ്സ്, അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പം മെറ്റലൈൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഹാർഡ് ആൻഡ് malleable and ductile. They are also malleable and ductile. Ductile. Okay. അവ malleable ആണ്, അവ ductile ആണ്. They are also malleable and ductile. Okay. ഇനി നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു ആൾറെഡി അവിടെ എന്തുണ്ട്? ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവ എന്തായിരിക്കും? കണ്ടക്ടേഴ്സ് ആയിരിക്കും. They are conductors due to the presence of free electrons. They are conductors. ഇനി മാത്രമല്ല, നോക്കി നോക്കൂ, ഈ മെറ്റലിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. മെറ്റൽ എന്ത് ചെയ്യും? തെർമൽ എനർജി കണ്ടക്ട് ചെയ്യും. ദേ ആർ ആൾസോ തെർമൽ കണ്ടക്ടേഴ്സ്. അതും ഈ ഫ്രീ ഇലക്ട്രോൺസിനെ കൊണ്ടാണ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തെർമൽ എനർജി എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഡ്യൂ ടു ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ദേ ആർ ആൾസോ തെർമൽ കണ്ടക്ടേഴ്സ്. ദേ ആർ തെർമൽ കണ്ടക്ടേഴ്സ്. ഇനി വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. നമുക്കറിയാം മെറ്റൽസ് എന്ത് ചെയ്യും? ലെസ്റ്റർ എക്സിബിറ്റ് ചെയ്യും. മെറ്റല് തിളങ്ങാറില്ലേ? മെറ്റൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിളങ്ങും. അത് എന്തുകൊണ്ടാണ്? ഈ ഫ്രീ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില റേഡിയേഷൻസ് അത് പുറത്ത് വിടും. ഈ റേഡിയേഷൻസ് ആണ് എന്തായിട്ട് അപ്പിയർ ചെയ്യുന്നത്? ലെസ്റ്റർ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പം ഈ ഫ്രീ ഇലക്ട്രോണുകളുടെ മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ദേ എക്സിബിറ്റ് കണ്ടക്ടിവിറ്റി, ദേ എക്സിബിറ്റ് മെറ്റാലിക് ലെസ്റ്റർ ആൻഡ് ദേ കണ്ടക്ട് thermal energy due to the presence of free electrons. അപ്പം നമുക്ക് പറയാം they are also exhibit luster, metallic luster. ഓക്കെ, ഇനി അവയുടെ മെൽറ്റിംഗ് പോയിന്റ്. ഈ മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ബോണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി ഹൈ ആയിരിക്കും. their melting point is moderately high. their melting point is moderately high. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അറിഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ കാറ്റഗറി ഏതാണ്? ഇത് മൂന്നാമത്തെ കാറ്റഗറി ആയിരുന്നു. ഈ നാലാമത്തെ കാറ്റഗറി ഏതാണ്? നാലാമത്തെ കാറ്റഗറിയാണ് കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഏതാണ്?
covalent crystalline solids. Covalent crystalline solids. Covalent. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ മെറ്റൽ ആറ്റംസ് ആയിരിക്കും. എന്താണ്? നോൺ മെറ്റൽ ആറ്റംസ്. ദ നോൺ മെറ്റൽ ആറ്റംസ് ആർ ഗെറ്റ് ടുഗദർ ബൈ covalent bond through the entire material to form network like structure. എന്താണ്? ഈ നോൺ മെറ്റൽ ആറ്റംസ് എന്ത് ചെയ്യും? കോവലന്റ് ബോണ്ട് വഴി ബൈൻഡ് ചെയ്ത് നിൽക്കും. ഈ കോവലന്റ് ബോണ്ട് എന്ത് ചെയ്യും? ഈ ഫോം ചെയ്ത കോവലന്റ് ബോണ്ട് ആ മാറ്ററിൽ ഫുൾ എന്ത് ചെയ്യും? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ കോവലന്റ് സോളിഡ്സ് നമ്മൾ എന്ത് വിളിക്കും? നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും വിളിക്കാറുണ്ട്. എന്താണ്? നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ ഈ നെറ്റ്വർക്ക് സോളിഡ്സ് ഫോം ചെയ്താൽ എന്താവും? ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്ത് ഒരു ജൈന്റ് വലിയ മോളിക്യൂളായിട്ട് മാറും. അപ്പൊ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ്? നോൺ മെറ്റൽ ആറ്റംസ് ആണ്. ബൈൻഡിങ് ഫോഴ്സ് എന്താണ്? കോവലന്റ് ബോണ്ട് ആണ്. ബൈൻഡിങ് ഫോഴ്സ് എന്താണ്? കോവലന്റ് ബോണ്ട്. ബൈൻഡിങ് ഫോഴ്സ് കോവലന്റ് ബോണ്ട് ആണ്. എക്സാമ്പിളാണ് പ്രധാനമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് കാർബണിന്റെ അലോട്രോപ്സ്. കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള അലോട്രോപ്സ്. ഏതൊക്കെയാണ് കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള അലോട്രോപ്സ് എന്ന് പറയുന്നത്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ദെൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ പറയാറുള്ള ബൾക്ക് മിനിസ്റ്റർ ഫുള്ളി, അതായത് ബക്കീബാൾ. ഇവയൊക്കെ ഈ വിഭാഗത്തിൽ പെടുത്താൻ പറ്റും നമുക്ക്. ബക്കീബാൾ, ദെൻ സിലിക്കൺ കാർബൈഡ്, SiO2, സിലിക്ക, ഇതൊക്കെ ഏതിൽ പെടുത്തുന്നതാണ്? നമ്മുടെ കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പെടുത്തുന്നതാണ്. കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ. ഇനി അവിടെ ഫിസിക്കൽ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ജനറലി ദേ ആർ ഹാർഡ് മെറ്റീരിയൽ, വെരി ഹാർഡ്. ജനറലി ദേ ആർ വെരി ഹാർഡ്. ബട്ട് ഗ്രാഫൈറ്റ് ഈസ് എൻ എക്സെപ്ഷൻ. ഗ്രാഫൈറ്റ് എന്താണ്? സോഫ്റ്റ് ആണ്. ഈവൻ ദോ ഗ്രാഫൈറ്റ് ഈസ് എ നെറ്റ്വർക്ക് സോളിഡ്, ദേ ആർ സോഫ്റ്റ് ഇൻ നാച്ചർ. ഗ്രാഫൈറ്റ് എന്താണ്? സോഫ്റ്റ് ആണ്. ബാക്കിയുള്ള ഇപ്പൊ സിലിക്കൺ കാർബൈഡ്, ഡയമണ്ട്, SiO2 തുടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്താണ്? ഹാർഡ് ആണ്. പക്ഷെ ഗ്രാഫൈറ്റ് എന്താണ്? സോഫ്റ്റ് ആണ്. ജനറലി ദേ ആർ ഹാർഡ്, ബട്ട് ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ്. ഗ്രാഫൈറ്റ് ഒരു എക്സെപ്ഷൻ ആണ്, മറന്നു പോയത്. നമ്മുടെ ബക്കീബാളും അതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അത് അത്ര ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല, അതും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ഗ്രാഫൈറ്റിന്റെ കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോയത്. ഗ്രാഫൈറ്റ് എന്താണ്? സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സിലിക്കൺ കാർബൈഡും ബാക്കി നമ്മൾ പറഞ്ഞ SiO2, സിലിക്കയും ഡയമണ്ടും ഒക്കെ എന്താണ്? ഹാർഡ് മെറ്റീരിയൽ ആണ്. ഗ്രാഫൈറ്റും നമ്മുടെ ബക്കീബാളും എന്താണ്? സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇനി കണ്ടക്ടിവിറ്റി. They are generally insulators. അപ്പോൾ ജനറലി ഇൻസുലേറ്റർ ആണ്. ബട്ട് ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. ഗ്രാഫൈറ്റ് എന്താണ്? എപ്പോഴും ഒരു എക്സെപ്ഷൻ ആണ്. ഗ്രാഫൈറ്റ് എന്താണ്? ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ. ഇനി മെൽറ്റിംഗ് പോയിന്റ് ജനറലി ഹൈ. അത് ഗ്രാഫൈറ്റ് ആയാലും ഡയമണ്ട് ആയാലും അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ് ആയാലും ഏതായാലും കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. എന്താണ്? വെരി ഹൈ. Their melting point is very high. അപ്പൊ എത്രയാണ് കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ടും ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസിനെ അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ നാച്ചറും ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള ബോണ്ടിങ്ങിനും അനുസരിച്ചിട്ട് നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? മോളിക്കുലർ, അയണിക്, മെറ്റാലിക്, then covalent crystalline solids. ഇപ്പൊ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലും പ്രസന്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്താ നോക്കി, ബൈൻഡിങ് ഫോഴ്സ് എന്താ നോക്കി. അപ്പൊ ഇവ നമ്മൾ മാറുന്നതനുസരിച്ച് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും വ്യത്യാസം വരും. ഏതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? അവയുടെ ഫിസിക്കൽ നാച്ചർ എന്താണ്, പിന്നെ അവ കണ്ടക്ടേഴ്സ് ആണോ അതോ ഇൻസുലേറ്റേഴ്സ് ആണോ പറയണം. പിന്നെന്താണ്? അവയുടെ മെൽറ്റിംഗ് പോയിന്റ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നടത്തി. ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സിനെ കുറിച്ച് ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. കാരണം അത് പല പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും റിപ്പീറ്റ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും